ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന ബേസിക് മാത്സ് ക്ലാസ്സിന്റെ ഫസ്റ്റ് ഡേ ആണത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പറിൽ നിന്ന് തന്നെയാണ്. നാച്ചുറൽ നമ്പറിനെ എങ്ങനെ നമുക്ക് നോട്ട് ചെയ്യാം? N എന്ന ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 എക്സെട്ര വരും. ഈ നാച്ചുറൽ നമ്പറിന്റെ കൂടെ നമ്മൾ സീറോയും കൂടെ ഉൾപ്പെടുന്ന വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാണ് വോൾ നമ്പേഴ്സ് എന്ന് പറയും. ആ വോൾ നമ്പേഴ്സിനെ നമ്മൾ W എന്ന് നോട്ട് ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് വോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 1 2 3 4 5 6 7 8 9 എക്സെട്ര പോകും. ഇതിനകത്ത് തന്നെ നമുക്കറിയാം ഈവൺ നമ്പറുണ്ട്, ഇരട്ട സംഖ്യകളുണ്ട്. ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഏതാ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യയാണ്. ഒരു നമ്പറിനകത്ത് 0 2 4 6 8 എല്ലാം ഇരട്ട സംഖ്യകളായിട്ട് വരും, ഈവൺ നമ്പേഴ്സ് ആയിട്ട് വരും. ഏതൊക്കെയാണ് ഈവൺ നമ്പർ? 0 2 4 6 8 എക്സെട്ര. ഇതെല്ലാം ഈവൺ നമ്പേഴ്സ് ആണ്. ദെൻ അടുത്ത ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 3 5 7 9 എക്സെട്ര. ഇതെന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. ഏതൊരു നമ്പർ എടുത്താലും അതിനകത്ത് പകുതി ഈവണും പകുതി ഓടും ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 1 to 100 നമ്പേഴ്സ് എടുക്കുമെന്ന് വെച്ചോ, 1 to 100 നമ്പേഴ്സിനകത്ത് 50 ഈവൺ നമ്പേഴ്സ് കാണും, ഈവൺ നമ്പേഴ്സ് ആയിരിക്കും. ദെൻ 15 ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഹയർ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ എല്ലാ കുട്ടികളും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് മുൻ പാഠഭാഗങ്ങളിലെ വ്യക്തത കുറവ്. പേരൻസിനും കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ബേസിക് മാത്സ് ക്ലാസ് ഓറയുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്ത് എല്ലാവർക്കും ഫ്രീ ആയി കാണാവുന്നതാണ്. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.